Hello friends, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ചെയ്യുന്നത് ബജാജ് ഡിസ്കവർ 125cc വണ്ടിയുടെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗിയർ ബോക്സിൽ ആ വീൽസ് എങ്ങനെ ഇടാം, അതിൻ്റെ വാഷുകൾ ഏത് പൊസിഷനിൽ വരും എന്നതിനെക്കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് ഷാഫ്റ്റുകളുണ്ട്. ഒന്ന് ലേ ഷാഫ്റ്റ്, ഒന്ന് കൗണ്ടർ ഷാഫ്റ്റ് അല്ലെങ്കിൽ മെയിൻ ഷാഫ്റ്റ്. ഇതാണ് അതിൻ്റെ രണ്ട് ഷാഫ്റ്റുകൾ. ഇത് വന്നിട്ട് കൗണ്ടർ ഷാഫ്റ്റ് അല്ലെങ്കിൽ മെയിൻ ഷാഫ്റ്റ്, ഇത് ലേ ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ വീൽസ് എല്ലാം ഇതിൽ ഫിക്സഡാണ്, കണ്ടോ, ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ലേ ഷാഫ്റ്റ് എടുത്തിട്ട് അതിൽ ഈ ഒരു പൂ വാഷർ നമുക്ക് ഇതിൽ ഇട്ടിട്ട് കണ്ടോ, ഈ ഗ്രൂ വരുന്നത് ഞാൻ അകത്തോട്ട്, ഇങ്ങനല്ല, ഇങ്ങനെ കമത്തി. ഓക്കെ, കണ്ടോ, ഇതിങ്ങനെ ലോക്കാവും. അടുത്ത് കണ്ടോ, ഇതാ ഈ ഗിയർ വീൽ ഈ സ്ലോട്ടിൽ ഇതാ ഞാൻ വെച്ചു. എന്നിട്ട് അതിൻ്റെ മേളിൽ ഒരു വാഷ് കഴിയും. അപ്പോൾ ലേ ഷാഫ്റ്റ് സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിന്നെ മെയിൻ ഷാഫ്റ്റിൽ ഏതൊക്കെ വീൽ വരും നോക്കാം. ഇനി ഇതിൽ ഇതാ കണ്ടോ, ഇത് ഞാൻ തന്നെ പറയാം, ഈ ചെറിയ ഭാഗം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് മാച്ചാവില്ല. ഇങ്ങനെ തന്നെ ഈ ചെറിയ 3 ഡോട്ടുള്ള ഭാഗം, ഈ കോളറുള്ള ഭാഗം അകത്തോട്ട് ഇതിനകത്ത് വന്ന് കയറണം മെയിൻ ഷാഫ്റ്റിൽ. കണ്ടില്ലേ? ഓക്കെ, അടുത്ത് ഇതാ ഈ ഒരു കപ്പ് വാഷ് നമുക്കിത് ഇങ്ങനെ ഇടണം. ഇങ്ങനല്ല, ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഈ വീല് കണ്ടില്ലേ, ഇത് ഇങ്ങനെ തന്നെ ഇടണം. ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല, ഇങ്ങനെ ഇടരുത്. ഇത് ശരിയുള്ള കേസല്ല. അപ്പോൾ ഈ വാഷ് ഒന്നും കൂടെ ഇതിലിട്ടിട്ട് ഇത് അകത്തോട്ട് വരണം. അകത്തോട്ട് ഈ 3 കാല് ഇതിനകത്ത് ഹോൾഡാവും. ഇതാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ. അപ്പോൾ ഇതിലൊരു വാഷും കൂടെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ഷാഫ്റ്റിലെയും ഗിയർ വീൽസ് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ മെയിൻ ഷാഫ്റ്റ്, ലേ ഷാഫ്റ്റിലെ രണ്ടും സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ വരുന്നത് ഇതാ ഇങ്ങനെ വരും, കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ സെറ്റിങ്സ്. ഇതിൽ കോളർ വരും, 3 കോളർ, 1 2 3. ലേ ഷാഫ്റ്റിൽ ഒരു കോളർ, മെയിൻ ഷാഫ്റ്റിൽ 2 കോളർ. ഓക്കെ, പിന്നെ മെയിൻ ഷാഫ്റ്റ് ഈ വലിയ ബെയറിങ്ങിൽ ഇറങ്ങണം. കണ്ടോ, ഈ കേസ് വന്നിട്ട് ലെഫ്റ്റ് സൈഡ് കേസാണ്, അതായത് മാഗ്നറ്റ് സൈഡ് വരുന്നത്. അപ്പോൾ ഇതിലാണ് സ്പ്രോക്കറ്റ് വരുന്നത്, ചെറിയ സ്പ്രോക്കറ്റ്. ഓക്കെ, കണ്ടില്ലേ? ഇങ്ങനെ ആ ബെയറിങ്ങിൽ ഇറങ്ങാൻ കണക്കാക്കി നമുക്ക് ഇതാ ഈ വീലിങ്ങനെ മട്ടം വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇറങ്ങിയെന്ന് അർത്ഥം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഈ കോളർ വയ്ക്കണം. ഇത് ഈ കോളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടോ, ഇത് ഇങ്ങനെ തന്നെ വേണം. കണ്ടോ, ഈ പൊക്കം, ഇതാ ഈ പൊക്കം ഇവിടെ ഫ്ലാറ്റാണ്. ഈ 2 ഫ്ലാറ്റ് പുറത്തോട്ട് വന്നു ഈ കണക്കിൽ. അപ്പോൾ ഇത് 2 വലിയ ഇതാണ്, ചെറിയ ലേ ഷാഫ്റ്റിൽ വരുന്നത് ചെറുതാണ്, കണ്ടില്ലേ? ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാ ഈ ഫ്ലാറ്റ് ആയത് അടിയിലും ഇതാണ്ട ആ കോളർ കണ്ടോ? ഓക്കെ, അത്ര. അടുത്ത് ഇതാ ഈ ഫ്ലാറ്റ് മേളിൽ, ഈ തള്ള് അടിയിൽ, എന്നിട്ട് അത്ര. ഇനി നമുക്ക്
സെലക്ടർ വയ്ക്കണം. ഈ ഡ്രം നമുക്ക് വയ്ക്കാനേ. ഇതാ ഇവിടത്തിലൊരു പോയിന്റ് ഉണ്ട്. ഇതാണ്ടോ, ഇതാ ഈ ഒരു പിന്ന്, ഇതിലിനി 4 പിന്ന് വരും. അത് ഞാൻ ഇളക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ഒരു പിന്ന് ഈ ഷാഫ്റ്റിന് നേരെ വരണം, ഈ കണക്കിന്. അതാണ് അതിൻ്റെ പോയിന്റ്. അപ്പോൾ ഇത് ന്യൂട്രൽ പോയിന്റാണ്. അത് ഈ ഹോളിൻ്റെ നേരെ വരും. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇങ്ങനെ അത്ര വേണ്ട. ഈ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ പൊസിഷനാണ്. എന്നിട്ട് ഈ സെലക്ടറിന് ഏറ്റവും അടിയിൽ 3 ഡ്രമ്മിൽ 3 ഹോളുള്ളതിൽ ഏറ്റവും അടിയിലത് ഇതാ, ഏറ്റവും അടിയിൽ ആ കോളർ, അതേപോലെ ഏറ്റവും മുകളിൽ ഇത് ഞാൻ. എന്നിട്ട് പിന്നെ കഴിയും, അത് സെറ്റായി കഴിയും. അടുത്തിനി നമുക്ക് ഇതാ ലേ ഷാഫ്റ്റിൽ ഈ ചെറിയൊരു ഇത് ഈ ഫ്ലാറ്റ് ആയത് മേകളിലേക്ക് വരണം. അതുകൊണ്ടോ മുകളിലേക്ക്. ഓക്കെ, ഇത് ഈ നടുക്കുള്ള സ്ലോട്ടിൽ വരണം. നടുക്കുള്ള സ്ലോട്ട് ഇതാ ഇവിടെ കണ്ടോ, അത് അല്പം ഒന്ന് പൊക്കിയിട്ട് അത്ര. അപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ ഗിയർ ബോക്സ് സെറ്റായി കഴിയും. ഓക്കെ, അപ്പോൾ മെയിൻ ഷാഫ്റ്റ്, ലേ ഷാഫ്റ്റ്, ഗിയർ ഡ്രം എല്ലാം സെറ്റായി കഴിയും. വേറൊരു നല്ല വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.